എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ആകർഷകവും എന്നാൽ ആഴമേറിയ ചരിത്ര സത്യങ്ങൾ അടങ്ങിയതുമായ ഒരു പുസ്തകത്തെ കുറിച്ചാണ്. എസ്തേറിന്റെ പുസ്തകം. ഒരു അനാഥ പെൺകുട്ടി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി മാറിയ കഥ. കേവലം ഒരു കഥ എന്നതിലുപരി വംശഹത്യയുടെ വക്കിൽ നിന്ന ഒരു ജനത ദൈവിക ഇടപെടലിലൂടെ രക്ഷപ്പെട്ടതിന്റെ യഥാർത്ഥ ചരിത്രമാണിത്. ഈ പഠനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാം ഇന്ന് ബൈബിൾ വാക്യങ്ങൾ മാത്രം വായിച്ചു പോകുകയല്ല ചെയ്യുന്നത്. പകരം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ പേർഷ്യൻ രേഖകളും ഗ്രീക്ക് ചരിത്രകാരനായ ഹോറോട്ടസിന്റെ കുറിപ്പുകളും ബൈബിളിലെ സംഭവങ്ങളും തമ്മിൽ എങ്ങനെ ഒത്തുപോകുന്നു എന്ന് കൃത്യമായി വിശകലനം ചെയ്യും. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബും ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. എസ്തേറിന്റെ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബൈബിളിൽ ദൈവം അല്ലെങ്കിൽ യഹോവ എന്ന വാക്ക് ഒരു തവണ പോലും നേരിട്ട് പരാമർശിക്കാത്ത രണ്ട് പുസ്തകങ്ങളിൽ ഒന്നാണിത്. മറ്റൊന്ന് ശലോമോന്റെ ഉത്തമഗീതം. എന്നാൽ നിങ്ങൾ ഈ പുസ്തകം ആഴത്തിൽ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകും. ദൈവത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഓരോ വരികൾക്കിടയിലും ദൈവത്തിന്റെ കയ്യൊപ്പ് വ്യക്തമായി കാണാം. ഇതിനെയാണ് നാം ദൈവിക പരിപാലനം അല്ലെങ്കിൽ ഡിവൈൻ പ്രോവിഡൻസ് എന്ന് വിളിക്കുന്നത്. സാഹചര്യങ്ങൾ നമുക്ക് എതിരാകുമ്പോൾ ദൈവം മൗനമായിരിക്കുകയാണെന്ന് നാം വിചാരിക്കാറുണ്ട്. എന്നാൽ ദൈവം മൗനമായിരിക്കുമ്പോൾ പോലും അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എസ്തേറിന്റെ ജീവിതം. ഈ സംഭവങ്ങൾ എന്ന് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. BC 5-ാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ BC 486 മുതൽ 465 വരെ പേർഷ്യ ഭരിച്ചിരുന്ന അഹശ്വേരോശ രാജാവിന്റെ ഭരണകാലത്ത്. ചരിത്രത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് സെർക്കസ് ഒന്നാമൻ എന്ന പേരിലാണ്. ഇന്നത്തെ ഇറാൻ, ഇറാഖ്, തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ 127 സംസ്ഥാനങ്ങൾ അടങ്ങിയ കൂറ്റൻ സാമ്രാജ്യമായിരുന്നു അത്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള വിശാലമായ പ്രദേശം. ഈ സാമ്രാജ്യത്തിന്റെ ശീതകാല തലസ്ഥാനമായിരുന്നു ശൂഷൻ കൊട്ടാരം. ഇന്നും ഇറാഖിലെ ഷൂഷ് എന്ന സ്ഥലത്ത് ഈ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയുള്ള കൂറ്റൻ തൂണുകളും രാജകൊട്ടാരത്തിന്റെ അടുക്കളയും വലിയ മുറ്റവുമെല്ലാം ബൈബിളിൽ വിവരിക്കുന്ന അതേ അളവുകളിലും രീതിയിലുമാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സമയത്ത് യഹൂദന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? BC 586 ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ യെരുശലേം ആക്രമിക്കുകയും ശലോമോന്റെ ആലയം തകർക്കുകയും യഹൂദന്മാരെ അടിമകളായി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. പിന്നീട് പേർഷ്യക്കാർ ബാബിലോൺ കീഴടക്കിയപ്പോൾ കോരശ് രാജാവ് യഹൂദന്മാരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അനുവാദം നൽകി. കുറെ പേർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി ആലയം പുനർനിർമ്മിച്ചു. എന്നാൽ വലിയൊരു വിഭാഗം യഹൂദന്മാർ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ തുടർന്നു. അങ്ങനെയുള്ള ഒരു പ്രവാസി യഹൂദ കുടുംബത്തിലാണ് എസ്തേർ ജനിക്കുന്നത്. എസ്തേറിന്റെ യഥാർത്ഥ എബ്രായ നാമം ഹദസ്സ എന്നായിരുന്നു. എബ്രായ ഭാഷയിൽ ഹദസ്സ എന്ന മർത്യൻ, ചെടി അഥവാ നല്ല സുഗന്ധമുള്ള ഒരു പൂവ് എന്നാണ് അർത്ഥം. എന്നാൽ പേർഷ്യൻ പേരായ എസ്തേർ എന്നാൽ നക്ഷത്രമെന്നോ അല്ലെങ്കിൽ പേർഷ്യൻ പ്രണയ ദേവതയായ ഇഷ്താർ എന്നോ അർത്ഥം വരുന്നു. ഒരു അടിമ ജനതയുടെ ഭാഗമായിരുന്നത് കൊണ്ട് അവർക്ക് പേർഷ്യൻ പേരും സ്വീകരിക്കേണ്ടി വന്നു. എസ്തേർ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു അനാഥയായിരുന്നു. എന്നാൽ ദൈവം അവളെ ഉപേക്ഷിച്ചില്ല. അവളുടെ വലിയച്ഛന്റെ മകനായ മൊർദെഖായി അവളെ സ്വന്തം മകളെ പോലെ വളർത്തി. മൊർദെഖായി ശൂഷൻ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എസ്തേറിന് ദൈവഭയവും വചനനിഷ്ഠയും നൽകി വളർത്തിയത് മൊർദെഖായി ആയിരുന്നു. എസ്തേറിന്റെ പുസ്തകം ആരംഭിക്കുന്നത് വലിയൊരു രാജകീയ വിരുന്നോടെയാണ്. സെർക്കസ് രാജാവ് തന്റെ ഭരണത്തിന്റെ 3-ാം വർഷത്തിൽ 180 ദിവസം നീണ്ടുനിന്ന ഒരു കൂറ്റൻ പ്രദർശനവും അത് കഴിഞ്ഞ് 7 ദിവസം നീളുന്ന ഒരു മഹാവിരുന്നും നടത്തി. ഗ്രീസിനെ ആക്രമിക്കാൻ പോകുന്നതിന് മുന്നോടിയായി തന്റെ സാമ്രാജ്യത്തിന്റെ ധനശേഷിയും പ്രതാപവും പ്രഭുക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാനായിരുന്നു ഈ വിരുന്ന് എന്ന് ഗ്രീക്ക് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. വിരുന്നിന്റെ 7-ാം ദിവസം വീഞ്ഞു കുടിച്ച് മത്തനായ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തന്റെ രാജ്ഞിയായ വാഴ്ത്തി രാജകിരീടം ധരിച്ച് പ്രഭുക്കന്മാരുടെ മുന്നിൽ വരണം. വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു രാജാവിന്റെ ലക്ഷ്യം. എന്നാൽ വാഷ്തി രാജ്ഞി വരാൻ വിസമ്മതിച്ചു. പേർഷ്യൻ സംസ്കാരം അനുസരിച്ച് പ്രഭുക്കന്മാരുടെയും അന്യപുരുഷന്മാരുടെയും മുൻപിൽ മദ്യപിച്ചു കൂത്താടുന്ന സഭയിൽ രാജ്ഞി വരുന്നതിന് വലിയ അപമാനമായിരുന്നു. വാഷ്തിയുടെ ഈ വിസമ്മതം രാജാവിനെ പ്രകോപിപ്പിച്ചു. രാജാവിന്റെ ഉപദേശകർ പറഞ്ഞു, രാജ്ഞിയുടെ ഈ പ്രവൃത്തി സാമ്രാജ്യത്തിലെ എല്ലാ സ്ത്രീകൾക്കും തെറ്റായ സന്ദേശം നൽകും. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കാതെയാവും.
അങ്ങനെ തടസ്സമില്ലാത്ത രാജാധികാരം കാണിക്കാൻ രാജാവ് വാഷ്ടിയെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കി. ഇവിടെയാണ് ദൈവിക പദ്ധതിയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് ഗ്രീസുമായുള്ള യുദ്ധത്തിൽ തിരിച്ചടി നേരിട്ട് തിരികെ എത്തിയ രാജാവിന് വാഷ്ടിയെ കുറിച്ചുള്ള ഓർമ്മ വന്നു. രാജാവിന്റെ കോപം അടങ്ങിയപ്പോൾ ഉപദേശകർ പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചു. സാമ്രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ കന്യകമാരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക, അവരിൽ നിന്ന് രാജാവിന് ഇഷ്ടപ്പെടുന്നവളെ വാഷ്ടിക്ക് പകരം രാജ്ഞിയാക്കുക. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനോഹരമായ പെൺകുട്ടികൾ ശൂഷൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ രാജാവിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് മുൻപ് 12 മാസം നീളുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. 6 മാസം മൂറുതൈലം, 6 മാസം സുഗന്ധവർഗ്ഗങ്ങളും കൊണ്ട് അവരെ അലങ്കരിക്കണമായിരുന്നു. കൊട്ടാരത്തിലെ സ്ത്രീകളുടെ വിചാരകനായ ഹേഗായി എന്ന ഷണ്ടന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇതെല്ലാം. ഇവിടെ ബൈബിൾ കൃത്യമായ ഒരു കാര്യം പറയുന്നു. എസ്തേറിനെ അവളെ കാണുന്ന ഏവർക്കും പ്രീതി തോന്നി. ഹേഗായിക്ക് അവളോട് പ്രത്യേക ദയ തോന്നി. എസ്തേർ താൻ ഏത് ജനത്തിൽപ്പെട്ടവളാണെന്നോ തന്റെ വംശം ഏതാണെന്നോ ആരോടും പറഞ്ഞില്ല. കാരണം മൊർദെഖായി അവളെ അങ്ങനെ ഉപദേശിച്ചു വെച്ചു. ഒടുവിൽ അഹശ്വേരോശ് രാജാവിന്റെ ഭരണത്തിന്റെ 7-ാം വർഷം 10-ാം മാസമായ തേബേത്ത് മാസത്തിൽ എസ്തേർ രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് മറ്റെല്ലാ കന്യകമാരെക്കാളും എസ്തേറിനെ സ്നേഹിച്ചു. അവൾക്ക് രാജാവിന്റെ മുൻപിൽ ദയയും പ്രീതിയും ലഭിച്ചു. രാജാവ് വാഷ്ദേവിയുടെ കിരീടം എസ്തേറിന്റെ തലയിൽ വെച്ച് അവളെ രാജ്ഞിയാക്കി. ആലോചിച്ചു നോക്കൂ, ഒരു അനാഥയായിരുന്ന അന്യദേശത്ത് അടിമയായി കഴിയേണ്ടിയിരുന്ന ഒരു യഹൂദ പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി മാറി. ഇത് കേവലം അവളുടെ സൗന്ദര്യം കൊണ്ടായിരുന്നോ? അല്ല, വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം മുൻകൂട്ടി ഒരുക്കിയ പദ്ധതിയായിരുന്നു അത്. എസ്തേർ രാജ്ഞിയായെങ്കിലും മൊർദെഖായി കൊട്ടാരവാദിക്കൽ തന്നെ തന്റെ ജോലി തുടരുകയായിരുന്നു. ഈ സമയത്താണ് മൊർദെഖായി 2 രാജഭടന്മാരായ ബിഗ്ദാന്റെയും തേരേഷിന്റെയും ഗൂഢാലോചന കണ്ടുപിടിക്കുന്നത്. അവർ അഹശ്വേരോശ് രാജാവിനെ വധിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. മൊർദെഖായി ഈ വിവരം എസ്തേർ രാജ്ഞിയെ അറിയിച്ചു. എസ്തേർ ഇത് മൊർദെഖായിയുടെ പേരിൽ രാജാവിനെ അറിയിക്കുകയും ആ ഗൂഢാലോചനക്കാർ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. ഈ സംഭവം രാജാവിന്റെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ മൊർദെഖായിക്ക് അപ്പോൾ യാതൊരു പ്രതിഫലവും ലഭിച്ചില്ല. ഇവിടെയാണ് ഈ കഥയിലെ വില്ലൻ രംഗപ്രവേശനം ചെയ്യുന്നത്, ഹാമാൻ. രാജാവ് ഹാമാനെ മറ്റ് സർവ്വ പ്രഭുക്കന്മാരുടെയും മീതെ ഉയർത്തി പ്രധാനമന്ത്രിയാക്കി. രാജാവിന്റെ കൽപ്പന പ്രകാരം കൊട്ടാരവാതിൽക്കലുള്ള എല്ലാവരും ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കണമായിരുന്നു. എന്നാൽ മൊർദെഖായി മാത്രം ഹാമാനെ കുമ്പിടാനോ നമസ്കരിക്കാനോ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് മൊർദെഖായി ഹാമാനെ നമസ്കരിക്കാതിരുന്നത്? കേവലം വ്യക്തിപരമായ ശാഠ്യമായിരുന്നോ അത്? അല്ല. ഇവിടെയാണ് നാം ബൈബിൾ ചരിത്രം ആഴത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ബൈബിൾ ഹാമാനെ വിളിക്കുന്നത് അഗാഗ്യനായ ഹാമാൻ എന്നാണ്. ആരാണ് അഗാഗ്? ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന അമാലേക്യ രാജാവിന്റെ അഗാഗിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനായിരുന്നു ഹാഗാൻ. അമാലേക്യർ ആരായിരുന്നു? ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പിന്നിൽ തളർന്നു വീണ പാവങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ആക്രമിച്ച ദൈവനിഷേധികളായിരുന്ന ജനതയായിരുന്നു അമാലേക്കർ. ദൈവം അമാലേക്കരുമായി തലമുറയായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മൊർദെഖായി ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകനായ ശൗലിന്റെ പാരമ്പര്യത്തിലുള്ളവനായിരുന്നു. ശൗൽ രാജാവിനെയാണ് ദൈവം അഗാഗിനെയും അമാലേരെയും നശിപ്പിക്കാൻ പറഞ്ഞത്. അന്ന് ശൗൽ വരുത്തിയ വീഴ്ച നൂറ്റാണ്ടുകൾക്ക് ശേഷം ശൂഷൻ കൊട്ടാരത്തിൽ മൊർദെഖായിയുടെയും ഹാമാന്റെയും രൂപത്തിൽ വീണ്ടും മുഖാമുഖം നിൽക്കുകയാണ്. ഒരു യഹൂദൻ എന്ന നിലയിൽ ദൈവത്തിനെ അല്ലാതെ മറ്റൊരു മനുഷ്യന്റെ മുൻപിലും സാഷ്ടാംഗം പ്രണമിക്കാൻ മൊർദെഖായിക്ക് മനസ്സ് വന്നില്ല. ഇതിൽ കോപിഷ്ഠനായ ഹാമാൻ മൊർദെഖായിയെ മാത്രം കൊന്നാൽ പോരാ, സാമ്രാജ്യത്തിലെ മുഴുവൻ യഹൂദരെയും വംശഹത്യ ചെയ്യണം എന്ന് തീരുമാനിച്ചു. ഇതിനായി അവൻ ചീട്ടിട്ടു. അങ്ങനെ 12-ാം മാസം 13-ാം തീയതി യഹൂദന്മാരെ കൊന്നെടുക്കാൻ ചീട്ടു വീണു. ഹാമാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവിന്റെ സംസ്ഥാനങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു ജനമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ രാജാവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല. അവരെ നശിപ്പിക്കാൻ രാജാവ് ഉത്തരവിടണം. ഹാമാൻ രാജാവിന് 10,000 താലന്ത് വെള്ളിയും വാഗ്ദാനം ചെയ്തു. ചരിത്രകാരനായ ഹൊറോട്ടസിന്റെ കണക്കനുസരിച്ച് അക്കാലത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ 2/3 ഭാഗമായിരുന്ന ഒരു കൂറ്റൻ തുക രാജാവ് തന്റെ മുദ്രമോതിരം ഹാമാന് നൽകി. രാജാവിന്റെ മുദ്ര പതിച്ച കൽപ്പനകൾ 127 സംസ്ഥാനങ്ങളിലേക്കും വേഗത്തിൽ അയക്കപ്പെട്ടു.
12-ാം മാസം 13-ാം തീയതി പ്രായമുള്ളവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ യഹൂദന്മാരെയും നശിപ്പിച്ചു കളയുക. ഈ വാർത്ത കേട്ടപ്പോൾ ശൂഷൻ നഗരവും യഹൂദന്മാരും വലിയ നിലവിളിയും ഉപവാസവും തുടങ്ങി. മൊർദെഖായി രട്ടുകുപ്പായം ധരിച്ച് ചാരം പൂശി നഗരമധ്യത്തിൽ നിലവിളിച്ചു. കൊട്ടാരത്തിനുള്ളിലായിരുന്ന എസ്തേർ ആദ്യം ഈ കൽപ്പനയുടെ വ്യാപ്തി അറിഞ്ഞിരുന്നില്ല. മൊർദെഖായി രട്ടുകുപ്പായം ധരിച്ച് നിൽക്കുന്നത് അവൾ അറിഞ്ഞു. അവൾ വസ്ത്രങ്ങൾ കൊടുത്തയച്ചെങ്കിലും അവൻ അത് സ്വീകരിച്ചില്ല. ഒടുവിൽ ഹദാദ് എന്ന ഷണ്ടൻ മുഖാന്തരം മൊർദെഖായി കൽപ്പനയുടെ പകർപ്പ് എസ്തേറിന് അയച്ചു കൊടുത്തു. രാജാവിന്റെ അടുക്കൽ ചെന്ന് സ്വന്തം ജനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ എസ്തേറിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവൾ മൊർദെഖായിക്ക് മറുപടി അയച്ചു, രാജാവ് വിളിക്കാതെ ആരെങ്കിലും ഉള്ളിലെ തിരുമുറ്റത്ത് ചെന്നാൽ രാജാവ് പൊൻചെങ്കോൽ നീട്ടിയല്ലാതെ അവൻ മരണശിക്ഷയ്ക്ക് പാത്രമാകും എന്ന നിയമം എല്ലാവർക്കും അറിയാമല്ലോ. എന്നെ രാജാവ് വിളിപ്പിച്ചിട്ട് ഇപ്പോൾ 30 ദിവസമായി. ഇവിടെയാണ് ബൈബിളിലെ ഏറ്റവും ശക്തമായ സന്ദേശങ്ങളിൽ ഒന്ന് മൊർദെഖായി എസ്തേറിന് നൽകുന്നത്. മൊർദെഖായി അവൾക്ക് മറുപടി അയച്ചു, നീ രാജകൊട്ടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാ യഹൂദന്മാരിലും വെച്ച് നീ മാത്രം രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മൗനമായിരുന്നുവെങ്കിൽ യഹൂദന്മാർക്ക് വിടുതലും രക്ഷയും വേറൊരു സ്ഥലത്ത് നിന്ന് ഉദിക്കും. എങ്കിലും നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ആർക്കറിയാം, ഇതുപോലൊരു കാലത്തിനായിരിക്കാം നീ രാജസ്ഥാനത്ത് എത്തിയത്. നീ സഹായിച്ചില്ലെങ്കിലും ദൈവം തന്റെ ജനത്തെ രക്ഷിക്കും. പക്ഷേ നീ നിന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയാൽ അനുഗ്രഹം നിനക്ക് നഷ്ടപ്പെടും എന്ന സത്യം എസ്തേർ തിരിച്ചറിഞ്ഞു. അവൾ തിരികെ സന്ദേശമയച്ചു, നീ തന്ന ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. 3 ദിവസം രാപ്പകൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. ഞാനും എന്റെ തോഴിമാരും അങ്ങനെ തന്നെ ഉപവസിക്കും. നിയമത്തിന് വിധേയമായിട്ടാണെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുവാണെങ്കിൽ നശിക്കട്ടെ. 3 ദിവസത്തെ പൂർണ്ണ ഉപവാസനവും പ്രാർത്ഥനയും. ആപത്തുകൾ വരുമ്പോൾ പരാതിപ്പെടുകയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടതെന്ന് എസ്തേർ തെളിയിച്ചു. 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം എസ്തേർ രാജവസ്ത്രം ധരിച്ച് രാജാവിന്റെ ഉള്ളിലെ തിരുമുറ്റത്ത് ചെന്ന് നിന്നു. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേറിനെ കണ്ടപ്പോൾ ദൈവിക പ്രീതി രാജാവിന്റെ മനസ്സിൽ തോന്നി. രാജാവ് തന്റെ കയ്യിലുള്ള പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. ഈ പൊൻചെങ്കോൽ ഏന്തിയ പേർഷ്യൻ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ പെർസ്പോളിസ് എന്ന സ്ഥലത്ത് പുരാവസ്തു അവശിഷ്ടങ്ങളിൽ ഇന്നും കാണാൻ സാധിക്കും. എസ്തേർ രാജ്ഞിയെ, നിനക്കെന്തു വേണം? രാജ്യത്തിന്റെ പകുതി വരെ ചോദിച്ചാലും നിനക്ക് തരാം എന്ന് രാജാവ് പറഞ്ഞു. എസ്തേർ രാജാവിനെയും ഹാമാനെയും താൻ ഒരുക്കുന്ന വിരുന്നിലേക്ക് ക്ഷണിച്ചു. ആദ്യ വിരുന്നിൽ വെച്ച് കാര്യം പറയാതെ അവൾ അടുത്ത ദിവസത്തെ 2ാമത്തെ വിരുന്നുകൂടെ ഒരുക്കി. ഹാമാന് വലിയ സന്തോഷമായി. രാജ്ഞിയുടെ വിരുന്നിൽ രാജാവിനോടൊപ്പം താൻ മാത്രമേ ഉള്ളൂ എന്ന് അവൻ അഹങ്കരിച്ചു. എന്നാൽ വഴിയരികിൽ മൊർദെഖായി വീണ്ടും തന്നെ വന്നിക്കാത്തത് കണ്ടപ്പോൾ അവന്റെ സന്തോഷം കെട്ടുപോയി. ഭാര്യയുടെയും കൂട്ടുകാരുടെയും ഉപദേശപ്രകാരം മൊർദെഖായിയെ തൂക്കിലേറ്റാൻ 75 അടി ഉയരമുള്ള ഒരു മരം അവൻ ഉണ്ടാക്കി വെച്ചു. എന്നാൽ ആ രാത്രി ദൈവത്തിന്റെ വിരൽ അനങ്ങി. രാജാവിന് ഉറക്കം വന്നില്ല. ലോകം ഭരിക്കുന്ന ചക്രവർത്തിക്ക് അന്ന് രാത്രി ഉറക്കം വരാത്തത് യാദൃശ്ചികമല്ല. രാജാവ് തന്റെ ചരിത്ര പുസ്തകം വായിപ്പിച്ചു. അപ്പോൾ മൊർദെഖായി രാജാവിന്റെ ജീവൻ രക്ഷിച്ചതും അവന് യാതൊരു പ്രതിഫലവും ലഭിച്ചില്ല എന്നതും രാജാവ് അറിഞ്ഞു. നേരം വെളുത്തപ്പോൾ ഹാമാൻ കൊട്ടാരത്തിലേക്ക് എത്തി. മൊർദെഖായിയെ തൂക്കിലേറ്റാൻ അനുവാദം ചോദിക്കാനാണ് അവൻ വന്നത്. രാജാവ് ഹാമാനോട് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന മനുഷ്യന് എന്താണ് ചെയ്യേണ്ടത്? ഹാമാൻ മനസ്സിൽ കരുതി, രാജാവ് എന്നെ അല്ലാതെ ആരെയാണ് ബഹുമാനിക്കുക? അവൻ പറഞ്ഞു, രാജാവിന്റെ വസ്ത്രം ധരിപ്പിച്ച് രാജാവിന്റെ കുതിരപ്പുറത്തിരുത്തി നഗരമധ്യത്തിൽ കൂടെ നടത്തിച്ച് രാജാവ് ബഹുമാനിക്കുന്ന മനുഷ്യന് ഇങ്ങനെ ചെയ്യപ്പെടും എന്ന് വിളിച്ചു പറയണം. രാജാവ് ഉടൻ കൽപ്പിച്ചു, വേഗമാകട്ടെ, നീ പറഞ്ഞതുപോലെ കൊട്ടാരവാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് ചെയ്യുക. ഹാമോന്റെ തകർച്ച അവിടെ തുടങ്ങി. താൻ തൂക്കിലേറ്റാൻ ഉദ്ദേശിച്ച ആളെ സ്വന്തം കൈകൊണ്ട് കുതിരപ്പുറത്തിരുത്തി നഗരത്തിലൂടെ നടത്തേണ്ടി വന്നു. അന്ന് വൈകുന്നേരം എസ്തേറിന്റെ 2ാമത്തെ വിരുന്നിൽ വെച്ച് എസ്തേർ സത്യം വെളിപ്പെടുത്തി. രാജാവേ, എന്റെയും എന്റെ ജനത്തിന്റെയും ജീവൻ നശിപ്പിക്കാൻ വിൽക്കപ്പെട്ടിരിക്കുന്നു. ഒരു ശത്രു ഞങ്ങളെ കൊന്നെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. രാജാവ് കോപത്തോടെ ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ തുനിഞ്ഞവൻ ആര്? എസ്തേർ വിരൽ ചൂണ്ടി പറഞ്ഞു, ആ ശത്രുവും വൈരിയും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ ഹാമാൻ പേടിച്ചു വിറച്ചു. രാജാവിന്റെ കൽപ്പന പ്രകാരം മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഉണ്ടാക്കി വെച്ച 75 അടി ഉയരമുള്ള അതേ മരത്തിൽ ഹാമാനെ തൂക്കിലേറ്റി. എബ്രായ പഴഞ്ചൊല്ല് പോലെ മറ്റുള്ളവർക്കായി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു.
പേർഷ്യൻ നിയമപ്രകാരം ഒപ്പിട്ട രാജകൽപ്പന പിൻവലിക്കാൻ കഴിയില്ലാതിരുന്നതിനാൽ 12-ാം മാസം 13-ാം തീയതി യഹൂദന്മാരെ ആക്രമിക്കാൻ വരുന്ന ആരെയും എതിർക്കാനും സ്വയം പ്രതിരോധിക്കാനും അനുവാദം നൽകുന്ന പുതിയൊരു കൽപ്പന മൊർദെഖായിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്തിലുടനീളം അയച്ചു. 12-ാം മാസം 13-ന് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ ജയിച്ചു. 14-15 തീയതികളിൽ അവർ സന്തോഷിച്ച് വിരുന്നു ആഘോഷിച്ചു. ഈ വലിയ വിരുന്നിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ പൂരീം പെരുന്നാൾ ആഘോഷിക്കുന്നത്. അടിമയായിരുന്ന മൊർദെഖായി സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടു. എസ്തേറിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും യാദൃശ്ചികമല്ല. എസ്തേർ അനാഥയായെങ്കിലും വാഷ്തി സ്ഥാനം ഇല്ലാതാക്കിയെങ്കിലും മൊർദെഖായി രാജാവിന്റെ ജീവൻ രക്ഷിച്ചതും രാജാവിന് അന്ന് രാത്രി ഉറക്കം വരാതിരുന്നതും ഒന്നും യാദൃശ്ചികമല്ല. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം സകലതും നന്മയ്ക്കായി കൂട്ടവ്യാപാരം ചെയ്യിക്കുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ ഏതു വലിയ ശത്രുവിന്റെ പദ്ധതിയും അവിടുന്ന് തകിടം മറിക്കും. എസ്തേറിനെ പോലെ മൊർദെഖായിയെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.